ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഇപ്പോഴത്തെ ഫ്രഷ് ആയിട്ടൊരു വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ എന്താ പറയുക, വാഴ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണ്ടി എടുത്ത് വെട്ടിക്കളയാണ് പതിവ്. പക്ഷെ തോരൻ വെക്കാൻ നമുക്കറിയാലോ, ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ് അല്ലേ. ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ വാഴപ്പിണ്ടി നല്ലതാണ്. ചിലർ തോരൻ വെക്കും, മിക്കവാറും തോരനാണ് വെക്കുക അല്ലേ. അതെ, മിക്കവാറും തോരനാണ് വെക്കുക, പയറിട്ടോ ഒക്കെ തോരൻ വെക്കും. പക്ഷെ ഇപ്പൊ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള നാടൻ എരിശ്ശേരി, വാഴപ്പിണ്ടിയും പരിപ്പും കൂടെ ഉള്ള ഒരു എരിശ്ശേരി. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് വെട്ടിപ്പൊളിച്ച് ഇതിനൊന്നും എടുക്കണം അല്ലേ. പണ്ട് ചെറുതായിരുന്നപ്പോ ഇങ്ങനെ കടിച്ച് അതിന്റെ പക്ഷെ ചെറിയൊരു ഇത് ഫീൽ ചെയ്യും, കറ പോലെ ഫീൽ ചെയ്യും. എന്നാലും രസമാണ്, തണുപ്പൊക്കെ ഫീൽ ചെയ്യും അല്ലേ കുടിക്കുമ്പോ. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ വയറിനൊക്കെ നല്ലതാണ്. അതെ, ഏറ്റവും നല്ലതാണ്. ഫൈബർ ആണ് ഫുള്ള്. അപ്പൊ പിണ്ടി വെട്ടിപ്പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി സമയം കളയണ്ട, പെട്ടെന്ന് പോയി എരിശ്ശേരി ഉണ്ടാക്കാം അല്ലേ. ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട്, സാധാരണ എല്ലാവരും കത്തി കൊണ്ട് തന്നെയാണ് ഇതിനെ ചെറുതാക്കുന്നത്. അതിന് കുറച്ചുകൂടെ എളുപ്പമായ ഒരു മാർഗമുണ്ട്, അത് പറയാം. എല്ലാം വട്ടത്തിൽ അരിഞ്ഞിടുവോ? വട്ടത്തിൽ ഇച്ചിരി കനം കുറച്ച്, ഒത്തിരി കനം ആകാറില്ല, കനം കുറച്ച് അരിഞ്ഞ. എന്നിട്ട് ഇതുപോലെ വക്കുള്ള ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കുത്തിയാ മതി. ഓ, എളുപ്പമല്ലേ. അരിയുന്നതിന് പകരം ഇങ്ങനെ കുത്തിയാ മതി. അന്നേരം അത് പാകത്തിന് അരിഞ്ഞ പോലെ ആയി വരും. ആ ഗ്ലാസ് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ വക്കില്ലാത്ത ഗ്ലാസ് കേട്ടോ. ഇങ്ങനത്തെ ഗ്ലാസ് വക്കില്ലാത്ത ഗ്ലാസ്സാണേ, വക്കിങ്ങനെ കണ്ടിച്ച പോലെ ഇരിക്കുന്ന ഗ്ലാസ്. അതിട്ട് കുത്തി കൊടുക്കുക, അത് കൊള്ളാലോ. മറ്റാകുമ്പോ ഒത്തിരി സമയം എടുക്കും അല്ലേ. മറ്റേ അരിയാൻ ഒത്തിരി സമയം വേണം, ചെറുതാക്കിയ ചെയ്യുമ്പോഴേ. അത് കൊള്ളാം. ഈസി ആയിട്ട് വാഴപ്പിണ്ടി അമ്മ സെക്കൻഡ് വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല എളുപ്പമുള്ള പരിപാടി. അപ്പൊ ഇനി എന്നാ ചെയ്യണ്ടേ? പരിപ്പും കൂടെ ഇടാം. സാമ്പാർ പരിപ്പ്. സാമ്പാർ പരിപ്പ് കുതിർത്ത് വെച്ചല്ലേ. എല്ലാം ഒന്ന് കുതിർത്തതാണ്. കുതിർത്ത് വെച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് അല്ല വേവിക്കുന്നത്. വേവാൻ എളുപ്പമുണ്ടല്ലോ. എളുപ്പമുണ്ട്. വാഴപ്പിണ്ടിയും പരിപ്പൂടെ അമ്മ ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പം പരിപ്പ് കുതിർത്തിട്ടെടുക്കുക, വേഗം വേവും. അല്ലെങ്കിൽ പിന്നെ പരിപ്പ് ആദ്യം ഒന്ന് വേവിക്കേണ്ടിയൊക്കെ വരും അല്ലേ. പരിപ്പിന് ആദ്യം ഒരു വിസിൽ അടുപ്പിക്കേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, കുതിരാൻ ഇട്ടാൽ മതിയല്ലോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക അല്ലേ. വാഴപ്പിണ്ടിയും കൂടെ ഇടാം. ഇവിടെ കാന്താരി ഇഷ്ടം പോലെ, കാന്താരി പല വെറൈറ്റി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അമ്മ കറികൾക്കൊക്കെ കാന്താരി ചേർക്കാറ്. ഗുണവും കൂടുതലല്ലേ, അതുകൊണ്ട് കാന്താരിയാണ് ചേർക്കുക. നമുക്ക് പച്ചമുളക് വേണേലും ചേർക്കാം. ഇവിടെ പഴുത്ത കാന്താരിയോ പച്ച കാന്താരിയോ ഒന്ന് ഉടച്ചിട്ട് ചേർക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടുക അല്ലേ, നല്ല പച്ചമുളക് കീറിയിട്ടാൽ മതി. അപ്പൊ മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി അല്ലേ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പ് പാകത്തിന്. പിന്നെ കാന്താരി ഈ പറഞ്ഞാല് ഇവിടെ കാന്താരി ആയതുകൊണ്ട് നമ്മൾ ഉടച്ച് ചേർക്കും, അല്ലെങ്കിൽ ഒന്ന് കീറി ഇടണം, അല്ലെങ്കിൽ പച്ചമുളക് അല്ലേ. ഇപ്പം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇതിപ്പോ നേരത്തെ വെള്ളം വെക്കണം അല്ലേ. ഇത് ഇച്ചിരി വെള്ളം ഇരുന്നോട്ടെ, അല്ല പരിപ്പ്. അപ്പൊ കഷ്ണത്തിന് കറക്റ്റ് തന്നെ വെള്ളം ഒഴിക്കുക. അതെ. കുക്കർ അടച്ച് നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് ആദ്യം ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ആക്കിയിട്ട് 2 വിസിലേതായാലും വേണം. പരിപ്പ് വേണമെങ്കിൽ എന്തായാലും പരിപ്പ് വേകാൻ സമയം നന്നായിട്ട് വേണം അല്ലേ. നന്നായിട്ട് വേണം, ഉടഞ്ഞു കിട്ടണം പോലെ. എരിശ്ശേരി അല്ലേ, അപ്പൊ എരിശ്ശേരി ആകുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു കിട്ടണം. ഒരുമാതിരി ഇങ്ങനെ വെള്ളം ഇല്ലാത്ത രീതിയിൽ ഇരിക്കണം. അത് കാണിച്ചു തരാം. അതിന് മുമ്പ് അപ്പം ഫുൾ ഫ്ലെയിമിലിട്ട് 1 വിസില്, അതിനുശേഷം സിമ്മിലാക്കി വെച്ചിട്ട് 2 വിസില്. ഇനി എന്നെ അരപ്പ് തയ്യാറാക്കണം അല്ലേ. നമ്മുടെ എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മളിവിടെ കാന്താരി മുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന മുളക് വേണ്ട, വേറെ മുളക് വേണ്ട. ഈ പച്ചമുളക് ചേർക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടിയോ എല്ലാം ചേർക്കാം അല്ലേ. അത് വെളുത്തിരിക്കുന്നെങ്കിൽ പച്ചമുളക് തന്നെ വേണം. അതിന്റെ കൂടെ പിന്നെ പൊടി ചേർത്താൽ ശരിയാവില്ല. അതെ, വെളുത്തിരിക്കാം അല്ലേ. അപ്പം കാന്താരിയോ പച്ചമുളകോ വേണമെങ്കിൽ കൂടെ അരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കീറിയിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് ആവശ്യം വരില്ല. കീറിയിടുന്ന കൊണ്ട് തന്നെ എരിവ് മതിയാവും. അപ്പൊ ഒരു 3-4 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. അല്പം ജീരകവും, ഒരു 1/2 ടീസ്പൂൺ ജീരകം. 1/2 ടീസ്പൂൺ ജീരകം ഉണ്ട് കേട്ടോ. ഇത്രയും ജീരകം കൂടെ ഇട്ടിട്ട് അരയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. അതെ, അളവ് തേങ്ങയുടെ അളവ് ഒക്കെ. ഇതിപ്പം അത്രയും എടുത്ത എത്രയായിരുന്നു നമ്മള് പരിപ്പ് എത്രത്തോളം എടുത്തു? ഒരു 1/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അല്ലേ. 1/4 ഗ്ലാസ് പരിപ്പും ഒരു 2 പിടി അല്ലേ. 2 പിടി അരിഞ്ഞ വാഴപ്പിണ്ടി അത്രേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എടുത്തിട്ടില്ല. അതിനൊരു
2 പിടി തേങ്ങ, അത്രേ ഉള്ളൂ അല്ലേ? 1 മുറി തേങ്ങയില്ല, അത്രയും തേങ്ങ 1 മുറി വേണ്ട. അങ്ങനെ എരിശ്ശേരിക്ക് അനുസരിച്ച് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ലതായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അടുപ്പത്ത് വെച്ച് ആദ്യമേ 1 വിസിൽ അടിച്ചു കഴിഞ്ഞ് 3 വിസിലും കൂടി അടിച്ചു സിമ്മിലിട്ട ശേഷം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. ഓരോരുത്തരുടെ കുക്കറിന്റെ വ്യത്യാസത്തിനനുസരിച്ച് നോക്കണം അല്ലേ? കുക്കറിന്റെ അനുസരിച്ച്. പിന്നെ പരിപ്പിന്റെ ആണേലും പരിപ്പും വേവിന് വ്യത്യാസം വരും. വാഴപ്പിണ്ടിക്കും വേവുള്ളതാണല്ലോ. അതിനനുസരിച്ച് ഇത് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താ മതി അല്ലേ? ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്ന വരും. എന്നാ അങ്ങ് അലുത്ത് പോവുകയും ചെയ്യരുത്. അലുത്ത് പോവുകയല്ല, പിണ്ടി ആയതുകൊണ്ട്. അല്ല പരിപ്പ് പരിപ്പ് നല്ലപോലെ വേകണം. എല്ലാം കൂടെ ഉടക്കുക അല്ലേ? ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് അരപ്പ് ചേർക്കാം. പിന്നെ അരപ്പല്ലേ? നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങയും ജീരകവും ഉള്ളിയും മാത്രമേ ഉള്ളൂ. മാത്രം. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. ഞാൻ പക്ഷെ അമ്മ വയ്ക്കുമ്പോഴാണ് ഇത് കാണുന്നത് അല്ലേ? ഇങ്ങനത്തെ എരിശ്ശേരി അങ്ങനെ അധികം കണ്ടിട്ടില്ല. നമ്മൾ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള എരിശ്ശേരി എന്നൊക്കെ പറയുന്നത് നെല്ലുമാവിന്റെ അവിടെ എന്നും ഉണ്ടാക്കുന്നത് അമ്മായിയുടെ അല്ലേ? വാഴ വെട്ടിയിട്ടുണ്ടെങ്കിൽ വാഴക്കൊല വെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ വാഴക്കൊല വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പിണ്ടി കിട്ടും. അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി അല്ലേ? മുറിച്ചിട്ട്. അപ്പം തോരൻ വെക്കാം. അതും തോരനും പരിപ്പും വാഴപ്പിണ്ടിയും കൂടെ തോരൻ വെക്കായിരിക്കും അല്ലേ? പരിപ്പും കൂടെ വെക്കാം. ചെറുപയറിട്ടാണ് കൂടുതലും തോരൻ. വാഴപ്പിണ്ടി തോരൻ ഒരുപാട് നല്ലതുമാണ്, വയറിന് നല്ലത്. കരിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. കടുക് വറക്കും ഒന്നും വേണ്ട അല്ലേ? കടുക് വറക്കണ്ട. 2 കരിവേപ്പില ഇട്ട് തിളപ്പിക്കാം. ഇനിയിപ്പോ കരിവേപ്പില ഇട്ട് തിളപ്പിക്കുക അല്ലേ? തിളച്ച് കഴിയുമ്പോൾ കരിവേപ്പില ഇട്ട് തിളച്ച് കഴിയുമ്പം 2 പച്ച കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. എന്ത് എളുപ്പം. എരിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വറുത്തിടുക, തേങ്ങ വറുത്ത് ചേർക്കുക എന്നൊക്കെ പറയുന്ന ഒരു വിഷമാണ് വിട്ടെന്ന് വരിക. ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അമ്മയാണെങ്കിൽ എളുപ്പത്തിൽ വാഴപ്പിണ്ടി കൊത്തിയരിയാനുള്ള ട്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമാണ് അല്ലേ കരിവേപ്പിലയും ഓഫാക്കിയിട്ട് കരിവേപ്പില ഇടണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കരിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്